പ്രതീക്ഷിച്ച സഹായം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഈ EFT ടാപ്പിംഗ് എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പിന്തുണച്ചില്ല എന്നുള്ള ഒരു വേദന നിങ്ങൾക്കുണ്ടാവാം, അല്ലെങ്കിൽ ദേഷ്യമാകാം, അല്ലെങ്കിൽ സങ്കടമാകാം, എന്തായാലും ശരി, അതിന്റെ ആ ഒരു ഇമോഷന്റെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലിൽ അതിനെ അളക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ആ ആഴം അളക്കാൻ സാധിക്കും? 1 എന്ന് പറഞ്ഞാൽ മിനിമം ആണ്, 10 എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. ഇതിനെയാണ് നമ്മൾ സുഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സുഡ് ലെവൽ മനസ്സിലാക്കുക. എന്നെങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യം EFT ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ഫലം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം എന്നോടൊപ്പം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഈ ടാപ്പിംഗ് പോയിന്റിൽ ടാപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും ടാപ്പിംഗ് പോയിന്റ് അറിയില്ല എങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കാം, കണ്ണുകൾ തുറന്നിരിക്കാം, അത് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള ഒരു വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള ഒരു വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള ഒരു വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്നെ പിന്തുണച്ചില്ല എന്നുള്ള വേദന എനിക്കുണ്ട്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വെച്ച് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് വിടുകയും ചെയ്യാം. ശ്വാസം മൂക്കിൽ കൂടെ ആഴത്തിൽ ഉള്ളിലേക്ക് എടുക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? നിങ്ങളുടെ സുഡ് ലെവൽ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഇമോഷൻ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ സുഡ് ലെവൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ സുഡ് ലെവൽ നിങ്ങൾക്ക് 0യിലേക്ക് കൊണ്ടുവരണം. അതായത് നിങ്ങളെ ഇമോഷനെ നിങ്ങൾക്ക് ന്യൂട്രലിലേക്ക് കൊണ്ടുവരണം. ആ വേദനയോ ആ ദേഷ്യമോ അല്ലെങ്കിൽ ആ സങ്കടമോ ഒക്കെ മാറ്റി നിങ്ങൾക്ക് ആ കാര്യത്തെ പറ്റി ആലോചിച്ചാൽ നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതുവരെ നിങ്ങൾ ഈ EFT പ്രാക്ടീസ് തുടരണം. അതായത് 4-5 റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഇമോഷൻസിനെ നിങ്ങൾ ന്യൂട്രൽ ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചും നിങ്ങൾക്ക് ആ ചിന്തകൾ നിങ്ങളെ അലട്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എങ്ങനെ അത് റീഫ്രെയിം ചെയ്യാം എന്നുള്ള ഒരു EFT പ്രാക്ടീസ് പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും നിങ്ങൾ ഈ പ്രാക്ടീസ് എന്നോടൊപ്പം ചെയ്യാവുന്നതാണ്. ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകളിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, സഹായം ചോദിക്കുന്നത് തെറ്റല്ല, ഞാനതിൽ സേഫ് ആണ്. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കാൻ ഞാൻ അവകാശപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് മറ്റുള്ളവരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു. മറ്റുള്ളവരെ മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുന്നതും എനിക്ക് സന്തോഷം നൽകുകയും ഞാൻ അതിൽ സുരക്ഷിതത്വം കണ്ടെത്തുകയും ചെയ്യും. ഞാൻ സേഫ് ആണ്. എന്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ എപ്പോഴും പിന്തുണയ്ക്കുകയും ഇമോഷണലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ മറ്റുള്ളവരിൽ നിന്നും സഹായം സ്വീകരിക്കുന്നത് തെറ്റല്ല, ഞാൻ അതിന് അർഹതപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും അവർക്ക് സഹായം കൊടുക്കുന്നതും എനിക്ക് ബാലൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യേണ്ടതില്ല. മറ്റുള്ളവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് എന്റെ വീക്ക്നെസ് അല്ല, പകരം അതിന്റെ അവകാശമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നതിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. അതെനിക്ക് സമാധാനം കൊടുക്കുന്നു, അതെനിക്ക് സേഫ്റ്റി കൊടുക്കും.
കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം ഉള്ളിലേക്ക് വിടുക. ആവശ്യമാണെങ്കിൽ ഈ റീഫ്രെയിം EFT വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.